അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, കുറച്ച് മുമ്പ് ഞാനൊരു സ്റ്റഡി ഏരിയ ഓർഗനൈസേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ബെഡ്റൂമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ മോള് വന്നതിന് ശേഷം അവിടെ പോയി ബെഡ്റൂമിൽ പോയി നോക്കുക എന്ന് പറയുന്നത്, അവരെ ശ്രദ്ധിക്കുക, ഇവനെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു ചെറിയ ഏരിയ ഇവനെ പഠിക്കാനും കളർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് വേറെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഒരു ബോക്സോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ സംഭവങ്ങളൊന്നും മേടിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കാർഡ്ബോർഡ് ബോക്സും അതും ഇതൊക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് അവന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് സിറ്റ് ഔട്ടിൽ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു സോഫ ഓൾറെഡി അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, അത് ഷൂറേക്കാണ് അടിയിൽ. അപ്പോൾ അതിൻ്റെ മുകളിലും പിന്നെ ഒരു ടേബിൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ടേബിളാണ്. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ ഈ ഏരിയ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു സൈഡിൽ നിന്ന് തന്നെ പോവാം. അപ്പോൾ ഇവിടെ അവൻ്റെ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വൈറ്റ് ബോർഡ് എഴുതി പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ലെറ്റേഴ്സൊക്കെ എഴുതി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മാർക്കർ അതുപോലെ തന്നെ അത് മായ്ക്കാനുള്ള ഡസ്റ്ററും ഒക്കെ ആയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പെപ്പ പിഗും അതിലത്തെ ക്യാരക്ടേഴ്സും ഇവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതില്ലാതെ ഒരു കച്ചവടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ മുകളിലും ഒരു പെപ്പ പിഗ് ക്യാരക്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഒരു വേസ്റ്റ് ബോക്സ്, ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സുമ്പോൾ കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട് ഫോട്ടോസൊക്കെ ഒട്ടിച്ചതാണ്. ഇതും പെപ്പ പിഗ് ഉണ്ട്, ഫീഡ് മീനൊക്കെ എഴുതിയിട്ട് വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവൻ്റെ കട്ട് ചെയ്തതും അതും ഇതൊക്കെ ആയിട്ടുള്ള വേസ്റ്റ് ബോക്സ്, വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് അവൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സൗണ്ട് ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സ്പീക്കർ യൂസ് ചെയ്യേണ്ടത് നന്നായിരിക്കും. പിന്നെ സ്കെച്ച്, ക്രയോൺസ്, പ്ലാസ്റ്റിക് ക്രയോൺസ് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് അവർക്ക് എടുക്കാൻ സുഖമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ, ഓരോന്നിൻ്റെയൊക്കെ കിട്ടുന്ന ബോക്സുകൾ. അതുപോലെ ഇത് ബഡ്സിൻ്റെയാണ്. അതിൻ്റെ മുകളിലൊക്കെ ചെറിയൊരു ക്യാരക്ടേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കുറച്ച് കളർഫുള്ളാക്കി കൊടുത്താൽ മതി. ഇതും അതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിൻ്റെ മുകളിൽ കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് പടങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. മാജിക് പോട്ടും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറി ബുക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതും ഒരു വലിയ നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫയൽ ഹോൾഡർ പോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ വയ്ക്കുമ്പോഴൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബുക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ സൈഡിൽ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഏതാ സബ്ജക്റ്റിന് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പാർട്ടീഷൻ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുഞ്ഞു ബുക്കുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലത്തെ ബുക്കുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് നല്ല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എഴുതി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് റഫ് പേപ്പർ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്തിട്ട് കുറച്ച് ബുക്കുകൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ജസ്റ്റ് അവരുടെ ഹോംവർക്ക് നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1-2 ബുക്കുകൾ ഇതിലിട്ടിരിക്കുന്നത്. പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. ഈ ഫയലിൻ്റെ ഉള്ളിലാണ് അവൻ്റെ എല്ലാ കളർ ചെയ്തതും അതുപോലെ തന്നെ അവൻ കുത്തി വരയ്ക്കുന്ന ഡ്രോയിങ്സും പിന്നെ ചെറിയ ക്രാഫ്റ്റുകളും പേപ്പർ വെച്ചുണ്ടാക്കുന്ന ക്രാഫ്റ്റുകളും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫയൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുക, അവർ ചെയ്തിട്ടുള്ള ഓരോരോ വർക്കുകളും ഇതൊക്കെ. ചെറിയതായിട്ടാണെങ്കിൽ കൂടി ഭയങ്കരമായിട്ടുള്ള സന്തോഷം കിട്ടും അതിന്ന്. പിന്നെ ഈ സൈഡിൽ ഡ്രോയിങ് ബുക്കുകൾ, കളറിങ് ബുക്കുകൾ, പിന്നെ ചെറിയ കളർ പേപ്പറുകൾ, ക്രാഫ്റ്റ് പേപ്പറുകൾ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് അവനെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ ബുക്ക് ഉണ്ടല്ലോ, ജംബോ കളറിങ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്, ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. കണ്ടോ, ഇത് നല്ല വലുപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് കളറിങ് ഇഷ്ടമാണെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷനാണ്. കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. എൻ്റെ ഒരു കൈയിൻ്റെ വലുപ്പമുണ്ട്. ഇത് വലിയ കളറിങ് ബുക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ
എന്ത് തരം കളറാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള പിക്ചേഴ്സ് തന്നെയാണ് ആ ബാക്കിൽ കൊടുത്തിട്ടുള്ള കളർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കളർ വേണമെന്നുള്ളത് ആലോചിക്കേണ്ട, ഇത് നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ കളർ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ടേബിളിൻ്റെ മുകളിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ടേബിളിൻ്റെ മുകളിൽ അവൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൗസും മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് അല്ലേ ഇപ്പോൾ, ലാപ്ടോപ്പും മൗസും മാത്രമേ ഉള്ളൂ. മൗസ് വയർലെസ് മൗസാണ്. കാരണം മൗസിൻ്റെ മുകളിൽ തൊടാൻ പോയി കഴിഞ്ഞാൽ, ഇവിടെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ആകെ അതിൻ്റെ സ്ക്രീനൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വയർലെസ് മൗസ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം കുറച്ച് ദൂരെ നിന്നായാലും. പിന്നെ മേശപ്പുറത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാതിരിക്കുക കേട്ടോ നല്ലത്. അതുപോലെ ഇത്തിരി വീതിയുള്ള മേശയാവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ടാബോ എന്താണെങ്കിലും അതവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാനും വരയ്ക്കാനും ഒക്കെയുള്ള സൗകര്യം കിട്ടും. പിന്നെ അധികം അതിൻ്റെ മുകളിലുള്ള കളി ഒഴിവാക്കാം. ചെറിയ പിള്ളേരാകുമ്പോൾ അവർക്ക് അതിൻ്റെ ബട്ടൺസ് ഞെക്കാനും അതുപോലത്തെ സ്വിച്ച് ഓൺ ആക്കാനും കഴ്സർ നീക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനും ഇത്തിരി നീക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒരു കള്ളിയുണ്ട് ഇതിന്, ഈ മേശയ്ക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ അവനധികം ഇടുക്കുണ്ടാത്ത സാധനങ്ങൾ, അതായത് അക്രിലിക് കളേഴ്സ്, ഫാബ്രിക് കളേഴ്സ്, ഓയിൽ പെയിൻറ്റ്സ്, ഫെവിക്കോള്, കത്രിക, ബ്രഷുകൾ, ഔട്ട്ലൈനേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മേത്തൊക്കെ ആവും. അതുപോലെ തന്നെ അത് അത്ര നല്ലതുമല്ല, സിസറൊക്കെ എപ്പോഴും കത്രിക എടുത്ത് കളിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവന് അത്രയും അധികം കിട്ടാത്ത സ്ഥലത്ത് ഇത് നമുക്ക് വേണമെങ്കിൽ പൂട്ടി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തുറക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ മേശപ്പുറത്ത് ഇതുപോലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഈ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ എത്ര വരച്ചു കൂട്ടിയാലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഓൾറെഡി ഇവിടെ കളറിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, ഒരു ചെറിയൊരു വൈപ്സാണ്. വൈപ്സ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ മേശയൊന്നും കേടാവില്ല, നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങും ഈസി ആയിരിക്കും. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഇതാണ്, ഇത് നമ്മുടെ ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റാണ്, 10 രൂപയ്ക്ക് മേടിച്ചതാണ്. ആ ഷീറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ട് ഒരു നോട്ടീസ് ബോർഡ് പോലെ വെച്ചതാണ്. ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട്. അപ്പോൾ അവൻ്റെ ചെറിയ ചെറിയ ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളും നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ടോക്ക് ടൈമിൻ്റെ ഡേറ്റ്, പ്രയർ, പ്ലഡ്ജ് പറയേണ്ടത്, തോട്ട് പറയേണ്ട ദിവസം, അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോട്ടീസ് ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കായാലും ഇപ്പോൾ അച്ഛനോ അമ്മയോ ആരാണ് ശ്രദ്ധിക്കണമെങ്കിൽ ഒരാൾക്ക് അറിയാവുന്ന കാര്യം മറ്റ് പാരൻറ്റിനും കൂടി അല്ലെങ്കിൽ മറ്റേ ഗാർഡിയനും കൂടി നോക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു നോട്ടീസ് ബോർഡ് അറേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ടൈം ടേബിൾ, എന്താണ് ഞാൻ പഠിപ്പിക്കേണ്ടത് അവന്, അല്ലെങ്കിൽ ഈ ആഴ്ച എന്ത് പഠിപ്പിക്കണം, എന്താണ് കൂടുതൽ അവന് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെയായിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം അതും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു റിവോൾവിങ് ചെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാനല്ല, പേരൻസിന് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്, അവരിതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കളിച്ചുകൊണ്ടേ ഇരിക്കും. പേരൻസിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം അവർക്ക് ഇത് തന്നെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോറടിച്ചു കൊടുക്കും, ക്ലാസ് തന്നെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു ചെയർ ഉണ്ടെങ്കിൽ ഭയങ്കര നന്നായിരിക്കും. പക്ഷെ പിള്ളേർക്ക് ഒരിക്കലും ഇതിന്മേൽ ഇരിക്കാനുള്ള അവസരം കൊടുക്കരുത്. പിന്നെ അവരതിൻ്റെ മുകളിൽ കളിയായിരിക്കും, വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കില്ല. അപ്പോൾ സ്റ്റഡി ഏരിയ കാണിച്ചിട്ട് കുറേ അതിനെക്കുറിച്ച് പറഞ്ഞു പോയി. അപ്പോൾ ജോന് ഇഷ്ടമായോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? ഇതിലേത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായേ? സ്റ്റോറി ബുക്സ് വെച്ചതാണ് ഇഷ്ടമായത്. അപ്പൊ അവന് ഏറ്റവും ഇഷ്ടം സ്റ്റോറി ബുക്സ് വെച്ചാണ്. പെപ്പ ബിഗോ ഇഷ്ടമായി. മോളില് ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്താണോ ഇഷ്ടമായി, ഇതാണോ ഇഷ്ടമായി? രണ്ടും ഇഷ്ടമായി. അവന് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു DIY സ്റ്റഡി ഏരിയ സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊരു കൊച്ചിടം വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുക. അവർക്ക് കളിക്കാനും
കളർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.